ആലപ്പുഴ ചേർത്തലയിൽ ദേശീയപാതയിൽ ഗർത്തം രൂപപ്പെട്ട സ്ഥലത്ത് പരിശോധന നടത്തി പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും. പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായതുമൂലം മണ്ണൊലിച്ചു പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. അതേസമയം ജില്ലാ കളക്ടർ അടിയന്തര റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കാൻ വാട്ടർ അതോറിറ്റിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റോഡ് പുനർനിർമ്മിക്കുമെന്നും ദേശീയപാത കടന്നുപോകുന്ന മറ്റ് സ്ഥലങ്ങളിൽ പൈപ്പ് പൊട്ടാനുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു. ഇതിനകത്ത് ഇപ്പൊ ഫൈനലായിട്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഇതിന്റെ എന്താണെന്നുള്ളത് ഇതിന്റെ കോഴ്സ് കണ്ടുപിടിച്ചിട്ടാണ് ഒരു പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഏതായാലും ഒരു ടെമ്പററി മെഷറാണ്, അതുകൊണ്ട് ഇത് അവസാനിക്കുന്നില്ല. ഇതിന്റെ ആദ്യം എന്താണ് സംഭവിച്ചെന്നുള്ളത് നമ്മളത് കണ്ടുപിടിച്ചിട്ട് അതിന്റെ സൊല്യൂഷനിലേക്ക് പോകുള്ളൂ. തീർച്ചയായും കൂടുതൽ പരിശോധനകൾ ഉണ്ടാവും. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, എങ്ങനെയാണ് ഈ ഗർത്തം രൂപപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാനാവുന്നത്? ഈ പൈപ്പ് ലൈൻ ആണോ പ്രശ്നമായിരിക്കുന്നത്? അത് ഉടൻ മാറ്റാൻ ജില്ലാ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. സ്മൃതി, ആലപ്പുഴയിൽ തുറവൂർ മുതൽ പുന്നപ്ര വരെയുള്ള ദേശീയപാതയിൽ തോട്ടപ്പള്ളിയിൽ നിന്നും ഒപ്പം തന്നെ വേമ്പനാട്ട് കായലിൽ നിന്നും എടുത്ത മണലാണ് ഭൂരിഭാഗം ഭാഗങ്ങളിലും റോഡ് നിർമ്മാണത്തിന് വേണ്ടി അത് നികത്താൻ വേണ്ടി അതിന് ഉയരപ്പാത അടക്കമുള്ള സ്ഥലങ്ങളിൽ മണൽ കൊണ്ടാണ് അത് ഉയർത്തിയിരിക്കുന്നതാണ് നിലവിൽ ഉള്ള കണ്ടെത്തൽ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പൈപ്പ് ലൈനുകൾ പൊട്ടി അതിന്റെ ചോർച്ചയിൽ നിന്നും മണൽ ഒലിച്ചു പോകുന്നത്, അതായത് ചൊരിമണലാണ് സാധാരണ അത് ഒലിച്ചു പോകും. ഒപ്പം തന്നെ ഇത് ഒലിച്ചു പോകാതിരിക്കാനുള്ള കോൺക്രീറ്റ് വശങ്ങളില്ല, ഉയരപ്പാതയുടെ വശങ്ങളിലേക്കില്ല, അപ്രോച്ച് റോഡിലേക്ക് ഇത് ഒലിച്ചു പോകുന്നു. ഇത് കാരണമാണ് ഇന്നലെ ഈ വലിയ ഗർത്തം ഉണ്ടാകാനുള്ള കാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ദേശീയപാത അതോറിറ്റിയും വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്തും സ്ഥലത്ത് സന്ദർശനം നടത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. പ്രാഥമികമായിട്ട് അവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങളിൽ എങ്ങനെയുള്ള പുനർനിർമ്മാണം വേണം എന്ന കാര്യത്തിൽ ആലോചന ഉണ്ടാകും. നിലവിൽ ഉള്ളത് താൽക്കാലികമായി മാത്രമാണ് ആ കുഴി നികത്തിയിട്ടുള്ളത്, അതൊരു ശാശ്വതമായ പരിഹാരമല്ല എന്ന് ദേശീയപാത അതോറിറ്റിയും വ്യക്തമാക്കുന്നുണ്ട്. ഈ റോഡ് നിലവിലുള്ള ഉയരപ്പാത ദേശീയപാത ചേർത്തലയിലെ ഈ സ്ഥലത്തുള്ളത് 1 കിലോമീറ്റർ വരെ ഉയരപ്പാതയാണ്. അത് പുനർനിർമ്മിക്കുമെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് ജില്ലാ കളക്ടർ ഷാജി വി നായർ ഇതിന്റെ റിപ്പോർട്ട് 3 വകുപ്പുകളോട് ചോദിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതിന്റെ പുനർനിർമ്മാണത്തിന്റെ കാര്യങ്ങൾ എങ്ങനെ വേണമെന്നുള്ള കാര്യം റിപ്പോർട്ടിന് ശേഷമായിരിക്കും തീരുമാനിക്കുക. സ്മൃതി. ശരി, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.